ഈ മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ. വേറെന്താ വിശേഷം? സുഖം. അസ്സലാമു അലൈക്കും. ഇതമ്മ ഇതിമേൽ എന്തൊക്കെയാ തേച്ചിട്ട്. നമ്മളിതാ ഗേറ്റൊക്കെ പൂട്ടി പോവാണ്. ഇപ്പൊ വരും ഇൻഷാ അള്ളാ. വേറെന്തൊക്കെയാണ്? ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഈ ഇടയ്ക്കൊന്ന് പോവാഞ്ഞാൽ ശരിയാവില്ല. പല്ലാച്ചാൽ ഭയങ്കര വേദന. ആസിഡ് തണ്ണിയിലെ പല്ലൊക്കെ ഒരു വേദന. അപ്പോൾ ഒന്ന് കാണിക്കാൻ വിചാരിച്ച് അങ്ങനെ പല്ല് ഡോക്ടറെ അടുത്തേക്ക് പോവുകയാണ്. കാറ്റും സൗണ്ട് കൊണ്ടും ഒന്നും നമ്മൾ പറയുന്നത് കേൾക്കൂല. അതുകൊണ്ടാണ് സംസാരിച്ച് വിടുന്നത്. നമ്മൾ സംസാരിക്കുന്ന അതിൽ കേൾക്കുന്നില്ല, കാറ്റുകൊണ്ടേ. അങ്ങനെ ഞങ്ങളിതാ ഹോസ്പിറ്റലിലെത്തി കാണിക്കാൻ. ഫുള്ളായിട്ട് വെറുതെ റോഡ് അടിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ അതിനെക്കൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും സ്നേഹവും സപ്പോർട്ടുമാണ് ഇത്രയും മുന്നോട്ട് പോയത്. വളരെ കുറവാണ്, എന്നാലും എൻ്റെ വാച്ച് അവറൊക്കെ വളരെ ആൾ കുറവാണ്. അപ്പോൾ എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് ഉമ്മാനെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ലൈവിൽ വരുന്ന കുറേ കുട്ടികളുണ്ട്. അവരെ സപ്പോർട്ടും നിങ്ങളെ കാണുന്നവരെ സപ്പോർട്ടും എല്ലാവരും സപ്പോർട്ടും ഉണ്ടായിട്ടാണ് മുന്നോട്ട് പോണത്. മക്കൾ അതിനെക്കൊണ്ട് ഇനിയും ഉമ്മാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആരെങ്കിലും കൂട്ടോ കുടുംബമോ ആൾക്കാരോ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ലൈക്കും സബ്സ്ക്രൈബറും കമൻറ്റും ഒക്കെ ഒന്ന് ഇടാൻ പറയുക. എന്നെങ്കിലേ മുന്നോട്ട് പോവുകയുള്ളൂ. നിങ്ങളെ ആശ്രയം നമ്മളെ മുന്നോട്ട് പോക്ക്. വേറെന്താ, എല്ലാ മക്കൾക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നത്. സുഖവും സമാനവും സന്തോഷവും ആയുസ്സും ആരോഗ്യം ആഫിയത്തും ദീർഘായുസ്സും എല്ലാം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ മക്കളെ. പിന്നെ നിങ്ങൾ ദുആ ചെയ്യാൻ പറയുന്നത് 5 വക്തിലും ഉമ്മ ദുആ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും കുഞ്ഞുങ്ങളില്ലാത്തവർക്കൊക്കെ കുഞ്ഞുങ്ങളായി കിട്ടട്ടെ. എല്ലാവരും ദുആ കൊണ്ടും എല്ലാവരും ആമീൻ പറച്ചിലും കൊണ്ടും പഠിച്ചോനെ സ്വീകരിക്കണേ. വീടില്ലാത്തവർക്ക് വീടായി കിട്ടട്ടെ തമ്പുരാനെ. പിന്നെ നമ്മളെ കുറേ ആൾക്കാരുണ്ട് ഈ സുക്കേടായിട്ട് തോർക്കാൻ പറയും. അതുകൊണ്ട് ഇതൊന്ന് കേൾക്കുന്നവരും വായിക്കുന്നവരൊക്കെ ഒന്ന് ആമീൻ പറഞ്ഞിട്ട് അയറ്റുകളെ ക്യാൻസർ രോഗമൊക്കെ ഒന്ന് അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. ആമീൻ. നമുക്കിങ്ങനെ പറയാനും എല്ലാവരോടും പറയാനും നമ്മൾ ആരെ ആമീനാണ് ആരെ ദുആണ് സ്വീകരിക്കാനും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക, എല്ലാവരും ആമീൻ പറയുക. എല്ലാവരും ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ പോയി വരുന്ന സമയത്ത് ഇവിടെ ഒരു പൂവിൻ്റെ കട ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊരു മാത്തയ്യും പ്ലാത്തയ്യും ഫ്ലവറൊക്കെ വാങ്ങാൻ വെച്ചിട്ട് അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇറങ്ങുമ്പോൾ തന്നെ നേരം വൈകിക്കുന്നു. ഇവിടെ നിന്ന് എന്താ വാങ്ങുകയാണെങ്കിലോ വണ്ടി വിളിച്ചിട്ടോ ഇതാക്കിയിട്ടോ കൊണ്ടുപോകണോ, അതിനൊന്നുള്ള സമയമില്ല. എന്തെങ്കിലും നോക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, ഇൻഷാ അള്ളാ വാങ്ങണം. ചെറിയ മാത്തയ്ക്ക് കണ്ടോ പൂവിട്ടിട്ടുണ്ട്. ചെറുതാകുമ്പോൾ ഉണ്ടാകണം. ഇവിടെ ഉണ്ടായിനി ഒന്ന് ചെറുതാകുമ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ ഉണ്ടായിനി. മാങ്ങ ഉണ്ടായിട്ട് മാങ്ങ ഒക്കെ പറിച്ചത് ചക്ക പറിച്ചതൊക്കെ പിന്നെ എന്താണെന്നറിയില്ല രണ്ടും ഉണങ്ങിപ്പോയത്. വല്ലാത്തൊരു ഇതായി. ഇതിൻ്റെ ശേഷം അന്നേ വിചാരിക്കുന്നുണ്ടോ ഒന്ന് വാങ്ങി കുഴിച്ചിടണമെന്ന്. പിന്നെ കഴിഞ്ഞിട്ടില്ല അത് വരക്കും. എല്ലാത്തിനും വേണമല്ലോ ഒരു സമയമല്ലേ. നമുക്ക് എവിടെ വെള്ളമാക്കി അവിടെ നിന്നല്ല നമ്മളെന്തെങ്കിലും ഭക്ഷണം കഴിക്കുക, അതുപോലെ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ നമുക്കൊരു യോഗ ഉണ്ടല്ലോ എല്ലാത്തിനും. വാങ്ങാനുള്ള സമയമായി ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് സമയമായിട്ട് എന്നിട്ടും വാങ്ങിയിട്ടില്ല. വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. വാങ്ങി ഒന്ന് കൊണ്ടുപോയി കുഴിച്ചിടണം. എന്ത് രസം അവിടെ വന്നാൽ കാണാനെന്നറിയാം. പലതും വാങ്ങാൻ തോന്നിപ്പോവും. ഇങ്ങോട്ട് തിരിഞ്ഞോളി. ഹെൽമെറ്റ് തലേന്ന് ഊരരുത്, തൊടരുത്, അത് തൊടാൻ പാടില്ല. വലിയ കുട്ടികളോട് പറയും പോലെ തൊടരുത്, തൊടാൻ പാടില്ല. തൊട്ടടുത്ത് വേറെ അമ്പലമൊക്കെ ഉണ്ട്. ഓ ആ തൊട്ട്. അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടുന്ന് പോവുകയാണ് വീട്ടിലേക്ക്. കാരണം ഒറ്റക്ക് ഞാൻ തന്നെ പിടിക്കുന്നതിനെ കൊണ്ട് എന്തോ മാതിരി ഉണ്ട് കേട്ടോ. അടുത്ത് പിടിക്കുമ്പോൾ മുഖവും എന്തോ മാതിരി ഒരു ഇതില്ല. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ട് അവിടെ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നത്. പോണ പോക്കിനൊരു കുഞ്ഞു ഹോട്ടലുണ്ട്, അപ്പോൾ അവിടെ കയറിയതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നതും. എന്തായാലും വേണ്ടിയില്ല. കുറേ ഉച്ചക്ക് ഇറങ്ങിയതല്ലേ ഡോക്ടറെ അടുത്തേക്ക്. ഉച്ചക്കല്ല കേട്ടോ, വൈകുന്നേരമാണ്. ചായ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ കയറിയൊരു ചായ കുടിക്കാൻ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇവിടെ അധികം കാനവും പലഹാരങ്ങളൊന്നും ഇല്ല, എന്നാലും നമുക്ക് വേണ്ടിയുണ്ട് കേട്ടോ. പാവം ചെറിയൊരു കടാണ്.
ആടെയും കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. എല്ലാവർക്കും ആദ്യമായിട്ടാട്ടോ ഇവിടെ ചായ പണിയിലും ജോലിയിലും ഒക്കെ ഐശ്വര്യം വർക്കത്തും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ കുറേ കുട്ടികളും പണിയിലും ജോലിയിലും വർക്കത്തുണ്ടാവട്ടെ. എല്ലാവർക്കും വർക്കത്തുണ്ടായിരിക്കട്ടെ. എല്ലാ ഐശ്വര്യം കച്ചവടമൊക്കെ ഉണ്ടാവട്ടെ. എല്ലാ ജോലിയിലും എൻ്റെ മക്കൾക്കും ജോലിയിലൊക്കെ വർക്കത്തുണ്ടാകട്ടെ. കച്ചവടത്തിൽ വർക്കത്ത് ഐശ്വര്യമൊക്കെ ഉണ്ടായിരിക്കട്ടെ. നമ്മളിവിടെ കയറി ഞാൻ എന്താണ് പയമ്പരിച്ച് മതിയാണ്. ഐശ്വര്യം കച്ചവടമൊക്കെ ഉണ്ടാവട്ടെ. വട വേണമെന്ന് അറിഞ്ഞ് അങ്ങനെ നമ്മളെല്ലാം ഓരോന്നിച്ച് വാങ്ങി മുറിച്ചൊക്കെ എടുത്ത് തിന്നു. കൊണ്ടുവച്ചപ്പോൾ സത്യം പറയാൻ പിടിക്കാൻ മറന്നു. എപ്പോഴുള്ള കൊണ്ടുവച്ചാൽ പിടിക്കാൻ മറന്നു. പാത്രം തീർന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മക്കളെ ബൈ ബൈ.